ഇറാൻ യുദ്ധം അവസാനിച്ച ശേഷം കണക്കെടുക്കുമ്പോൾ വിജയിയെയോ പരാജിതനെയോ കണ്ടെത്താനാകില്ല. കാരണം യുദ്ധം എന്നും നാശനഷ്ടങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ളൂ. അത് ആർക്കാണ് കുറവ് എന്നതാകും വിജയത്തിന്റെ അളവുകോൽ. ഏത് രീതിയിൽ കണക്കുകൂട്ടിയാലും ഏറ്റവും വലിയ നഷ്ടം ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിൽ അഥവാ GCC രാജ്യങ്ങൾക്കാകും. സംഘർഷത്തിന്റെ ഭാഗമല്ലാതിരുന്നിട്ടും ആക്രമിക്കപ്പെട്ട ഇവർക്ക് നഷ്ടങ്ങൾ വലുതാണ്. യുദ്ധസമയത്ത് അസംസ്കൃത എണ്ണ എന്ന പ്രധാനപ്പെട്ട സാമ്പത്തിക സ്രോതസ്സിന് ഇറാൻ തടയിട്ടു. കാരണം അമേരിക്കയാണ്. അമേരിക്ക യുദ്ധം ചെയ്യുന്നതാകട്ടെ ഇസ്രയേലിന് വേണ്ടിയും. ചുരുക്കത്തിൽ ഇറാൻ ഇസ്രയേൽ അമേരിക്ക യുദ്ധത്തിൽ ബലിയാടായത് GCC രാജ്യങ്ങളാണ്. ഇതിൽ അമേരിക്കയോട് ഇവർക്ക് അമർഷമുണ്ട്. അമേരിക്കൻ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ കോടിക്കണക്കിന് ഡോളർ ഈ രാജ്യങ്ങൾ ചിലവാക്കുന്നുണ്ട്. രാജ്യത്തിന് സംരക്ഷണം എന്ന പേരിലാണ് അമേരിക്കൻ എയർബേസുകൾ ഗൾഫിൽ എല്ലായിടത്തും സ്ഥാപിച്ചത്. അതിന്റെ ചെലവ് അതാത് രാജ്യങ്ങൾക്കാണ്. പക്ഷേ ഇപ്പോൾ അമേരിക്ക സംരക്ഷിക്കുന്നില്ല എന്ന് ഈ രാജ്യങ്ങൾ തിരിച്ചറിയുന്നു. സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി ദശലക്ഷക്കണക്കിന് ഡോളർ ചെലവഴിച്ചിട്ടും ഇസ്രയേലിന്റെ യുദ്ധലക്ഷ്യങ്ങൾക്കായി അമേരിക്ക ഈ മേഖലയുടെ സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്തു എന്ന കൈപ്പേറിയ സത്യം അറബ് രാജ്യങ്ങൾ മനസ്സിലാക്കുന്നു. ഇറാനെ ആക്രമിക്കുന്നതിനെ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്നാണ് അമേരിക്കയും ഇസ്രയേലും വിളിക്കുന്നത്. യുദ്ധം ആരംഭിച്ച സമയത്ത് ഇന്ത്യ സന്ദർശിക്കുകയായിരുന്ന ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി സയ്യിദ് ഖതിബ്സാദെ ഇറാനും ഗൾഫ് രാജ്യങ്ങളും രഹസ്യ ചർച്ചകളിലാണ് എന്ന് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ആക്രമണങ്ങൾ ഈ ചർച്ചകളെ അട്ടിമറിക്കാനായിരുന്നു. ഒമാന്റെ മധ്യസ്ഥതയിൽ ഇറാൻ അവരുടെ ആണവ പദ്ധതിയെക്കുറിച്ച് അമേരിക്കയുമായി ചർച്ച നടത്താൻ തയ്യാറായപ്പോഴാണ് അമേരിക്കയും ഇസ്രയേലും അവരെ ആക്രമിച്ചത് എന്ന് ഓർക്കണം. അല്പം ചരിത്രം പരിശോധിക്കാം. ഷിയ രാഷ്ട്രീയത്തിന് എതിരായാണ് ഗൾഫ് രാജ്യങ്ങൾ ഒരുമിച്ചത്. മറ്റ് അറബ് രാജ്യങ്ങളെ പോലെ 1979 മുമ്പ് ഇറാനിലും രാജഭരണമായിരുന്നു. ഷാ ഭരണകൂടത്തെ അട്ടിമറിച്ചാണ് 1979 ഇറാനിൽ ഇസ്ലാമിക് വിപ്ലവം ഉണ്ടായത്. അറബ് രാജ്യങ്ങൾ ഇറാനിയൻ വിപ്ലവം എന്നാണ് അതിനെ വിളിച്ചത്. അത് ഇസ്ലാമികമാണെന്ന അവകാശവാദങ്ങളെ അറബ് രാജ്യങ്ങൾ തള്ളിക്കളഞ്ഞു. ഇതിനുശേഷം ഇറാനിലെ വിപ്ലവം തങ്ങളുടെ രാജ്യങ്ങളിലേക്ക് എത്തുന്നത് തടയാനായി ഗൾഫ് രാജ്യങ്ങൾ തങ്ങളുടെ സുരക്ഷാ ഘടന തന്നെ മാറ്റി. ഇറാനിലെ വിപ്ലവം തങ്ങളുടെ രാജ്യങ്ങളിലെ രാജഭരണകൂടങ്ങളെ അട്ടിമറിക്കും എന്നതായിരുന്നു പ്രധാന ഭയം. ഇറാനിലെ വിപ്ലവം അതിർത്തി കടന്ന് എത്താതിരിക്കാൻ സൗദി ലോകമെമ്പാടും വഹാബിസം പ്രചരിപ്പിക്കാനും ശ്രമിച്ചു. ആ സമയത്ത് ഗൾഫ് മേഖലയിലെ ഏറ്റവും വലിയ 2 ഊർജ്ജശക്തി കേന്ദ്രങ്ങളായിരുന്നു ഇറാനും സൗദി അറേബ്യയും. ഇരു രാജ്യങ്ങളുമായി അമേരിക്കയ്ക്കുണ്ടായിരുന്ന ബന്ധം കാർട്ടർ സിദ്ധാന്തത്തിലൂടെ മാറി. 1980 അന്നത്തെ US പ്രസിഡന്റ് ജിമ്മി കാർട്ടർ തന്റെ സ്റ്റേറ്റ് ഓഫ് ദി യൂണിയൻ പ്രസംഗത്തിൽ ഇത് അവതരിപ്പിച്ചു. ഗൾഫിലെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ US സൈനിക ശക്തി ഉപയോഗിക്കുമെന്ന് കാർട്ടർ പ്രഖ്യാപിച്ചു. 1981 ഗൾഫ് രാജ്യങ്ങൾ ചേർന്ന് ഗൾഫ് സഹകരണ കൗൺസിൽ രൂപീകരിച്ചു. അന്നു മുതൽ ഈ മേഖലയുടെ സുരക്ഷാ ഘടന കാർട്ടർ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടന്നു പോകുന്നത്. അത് US-നെ മേഖലയിലെ നെറ്റ് സുരക്ഷാ ദാതാവാക്കി. ഷിയ ഭീഷണി നിലനിൽക്കുമ്പോൾ തന്നെ ലെബനനിൽ ഹിസ്ബുള്ള, ഗാസയിൽ ഹമാസ്, യമനിൽ ഹൂത്തികൾ, പിന്നീട് വളരെ കാലം കഴിഞ്ഞ് ഇറാഖിലെ ഹാഷിദ് അൽ ഷാബി തുടങ്ങിയ സായുധ സംഘങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് ഇറാൻ റെസിസ്റ്റൻസ് ഓഫ് ആക്സിസ് അഥവാ പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് രൂപപ്പെടുത്തി. പക്ഷേ ഗൾഫ് രാജ്യങ്ങൾക്ക് ഭീഷണിയായി ഉയർന്നു വന്നത് മറ്റൊരു ഭീഷണി സംഭവമായിരുന്നു: അറബ് വസന്തം. അറബ് ഭൂപടത്തിൽ രാഷ്ട്രീയ ഇസ്ലാമിനെ തിരികെ കൊണ്ടുവന്നത് അറബ് വസന്തമായിരുന്നു. ഇസ്ലാമിക് സ്റ്റേറ്റ് അഥവാ IS പോലുള്ള സുന്നി തീവ്രവാദികളുടെ ഉദയത്തിന് കാരണമായതും അറബ് വസന്തമാണ്. ഈ സംഭവ വികാസം GCCയെ പിടിച്ചുകുലുക്കി. അറബ് വസന്തത്തെ അമേരിക്ക അംഗീകരിച്ചത് സുരക്ഷാ സിദ്ധാന്തത്തെക്കുറിച്ച് പുനർവിചിന്തനം നടത്താൻ ഗൾഫ് രാജ്യങ്ങളെ പ്രേരിപ്പിച്ചു. ഈ കാലഘട്ടത്തെ ഇസ്രയേൽ അവസരമാക്കി. അറബ് മുസ്ലിം ലോകവുമായി ബന്ധം വളർത്തിയെടുക്കാൻ അവർ വളരെ കാലമായി ശ്രമിച്ചിരുന്നു. പക്ഷേ ഈജിപ്ത്, ജോർദാൻ എന്നീ 2 അറബ് രാജ്യങ്ങളുമായി മാത്രമേ ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ഒന്നാം ട്രംപ് ഭരണകൂടത്തിന്റെ അവസാന കാലത്ത്, അതായത് 2020 അബ്രഹാം ഉടമ്പടികൾ നിലവിൽ വന്നു. GCCയിലെ പ്രമുഖ രാജ്യങ്ങളായ UAE, പിന്നീട് ബഹ്റൈൻ, തുടർന്ന് മൊറോക്കോ തുടങ്ങി നിരവധി അറബ് രാജ്യങ്ങൾ ഇസ്രയേലുമായി ബന്ധം സാധാരണ നിലയിലാക്കുകയും നയതന്ത്ര ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. 2 വിശുദ്ധ പള്ളികളുടെ സംരക്ഷകൻ എന്ന നിലയിൽ സൗദി അറേബ്യ കൂടുതൽ ജാഗ്രത പുലർത്തിയെങ്കിലും ഇസ്രയേലുമായി അനൗദ്യോഗിക ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. ഈ കരാറുകൾക്ക് അടിസ്ഥാനമായ പൊതുവായ ഭീഷണി ഇറാനായിരുന്നു. അതുകൊണ്ടുതന്നെ GCC രാഷ്ട്രങ്ങളും ഇറാനും തമ്മിൽ ബന്ധം സാധാരണ നിലയിലാകുന്നതോ മെച്ചപ്പെടുന്നതോ ഇസ്രയേലിനും അമേരിക്കയ്ക്കും അംഗീകരിക്കാനാകുമായിരുന്നില്ല. ഇനി ഇറാൻ യുദ്ധത്തിലേക്ക് തിരിച്ചു വന്നാൽ അമേരിക്കയുമായുള്ള സുരക്ഷാ കരാർ ഈ ഘട്ടത്തിൽ അവർക്ക് വിപരീത ഫലമാണ് ഉണ്ടാക്കിയത്. അത് GCC രാജ്യങ്ങൾ സമ്മതിക്കുന്നു.
ഒന്നാമതായി, ഇസ്രയേലിനെ മാത്രമല്ല ഗൾഫിലെ US താവളങ്ങളെയും അമേരിക്കൻ സാന്നിധ്യമുള്ള സിവിലിയൻ മേഖലകളെയും ഇറാൻ ആക്രമിക്കുന്നു. ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് രാജ്യങ്ങളുടെ സമാധാനം കെടുത്തി. ഇറാന്റെ എണ്ണ സംഭരണശാലകളിലും കേന്ദ്രങ്ങളിലും ഇസ്രയേൽ ബോംബിട്ടപ്പോൾ സൗദിയിലെ ഷൈബ എണ്ണപ്പാടങ്ങളും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശുദ്ധീകരണശാലയായ റാസ് തനൂരിയും ഉൾപ്പെടെയുള്ള GCCയിലെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾ ഇറാൻ ആക്രമിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ LNG ഉൽപാദകരായ റാസ് ലഫാനിലെ ഖത്തർ എനർജിയുടെ സൗകര്യങ്ങളും ആക്രമിക്കപ്പെട്ടു. GCC രാജ്യങ്ങളുടെ ഓഹരികൾ ഇടിഞ്ഞു. വ്യാപാരവും ടൂറിസവും സ്തംഭിച്ചു. ആഗോള ബിസിനസ്സും പണത്തിനുമുള്ള ഒരു സുരക്ഷിത കേന്ദ്രമെന്ന പ്രതിച്ഛായ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. 2022 ശേഷം ആദ്യമായി ലോകമെമ്പാടും എണ്ണവില ബാരലിന് $100 കൂടുതലായി ഉയർന്നു. മറുവശത്ത് ഗൾഫിന്റെ സുരക്ഷയേക്കാൾ ഇസ്രയേലിന്റെ സുരക്ഷയ്ക്കാണ് അമേരിക്ക മുൻഗണന നൽകിയത് എന്ന കൈപ്പേറിയ സത്യം GCC മനസ്സിലാക്കിയിരിക്കുന്നു. ഇറാന്റെ ഡ്രോണുകളുടെയും മിസൈലുകളുടെയും ആക്രമണത്തിൽ ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം തകർന്നതോടെ US തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ GCCയിൽ നിന്ന് ഇസ്രയേലിലേക്ക് മാറ്റാൻ തുടങ്ങി. വിരോധാഭാസം എന്തെന്നാൽ ഇസ്രയേൽ ഇറാന്റെ തൊട്ടടുത്ത അയൽക്കാരനല്ല എങ്കിലും മിക്ക GCC രാജ്യങ്ങളും അങ്ങനെയാണ്, അയൽക്കാരാണ്. അവർ ആക്രമണത്തിന് ഇരയാവുകയും ചെയ്തു. ഇത് മുൻകൂട്ടി കാണുകയും ചെയ്തു. പക്ഷേ ഇറാനെതിരായ ഇസ്രായേൽ US സംയുക്ത ആക്രമണത്തെക്കുറിച്ച് അവരെ അറിയിക്കുകയോ ആക്രമണത്തിന് മുൻപ് അവരെ വിശ്വാസത്തിലെടുക്കുകയോ ചെയ്തില്ല. എന്താണോ GCC രാജ്യങ്ങൾ ദശാബ്ദങ്ങളായി പേടിച്ചിരുന്നത്, അതിനു മുന്നിലേക്ക് അവരെ തള്ളിവിട്ടു അമേരിക്ക. മാത്രമല്ല, ഇസ്രയേലിനാണ് പ്രധാനമായും സൈനിക സഹായവും ഗ്രാന്റുകളും ലഭിച്ചത്. അതേസമയം അമേരിക്കൻ സുരക്ഷാ ക്രമീകരണങ്ങൾക്കുള്ള പണം GCC ആണ് നൽകുന്നത്. എന്നിട്ടും ഇസ്രയേലിന് ലഭിച്ച അമേരിക്കൻ സാങ്കേതിക വിദ്യകളിൽ പലതും ഇപ്പോഴും അവരുടെ കൈവശമില്ല. കോടിക്കണക്കിന് ഡോളറിന്റെ ഇടപാടുകളാണ് നടക്കുന്നത്. ഒരു വർഷം മുൻപ് പ്രസിഡന്റ് ട്രംപ് സൗദി അറേബ്യയ്ക്ക് $142 ബില്യൺ ആയുധ വിൽപ്പനയ്ക്ക് സമ്മതിച്ചിരുന്നു. ആക്രമണങ്ങൾ നടത്താൻ തങ്ങളുടെ പ്രദേശങ്ങൾ ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്ന് GCC രാജ്യങ്ങൾ പരസ്യമായി പ്രഖ്യാപിച്ചത് ഇക്കാരണത്താലാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനെതിരായ ഏതെങ്കിലും ആക്രമണമുണ്ടായാൽ മേഖലയിലെ അമേരിക്കൻ താവളങ്ങൾ ലക്ഷ്യമാക്കുമെന്ന് GCC രാജ്യങ്ങൾക്കറിയാം. ഇറാനെതിരെയുള്ള ഒരു ആക്രമണത്തിനും ഞങ്ങളുടെ പ്രദേശങ്ങൾ ഉപയോഗിക്കില്ല എന്ന് അറിയിച്ചിട്ടും അനാവശ്യമായി തങ്ങളെ ലക്ഷ്യമിടുന്നു എന്ന് ഐക്യരാഷ്ട്രസഭയിലെ UAE അംബാസിഡർ പറഞ്ഞത് പ്രസക്തമാണ്. UAEയിലെ ശതകോടീശ്വരൻ ഖലഫ് അഹമ്മദ് അൽ ഫക്തൂറിന്റെ വാക്കുകളും പ്രധാനമാണ്. യുദ്ധത്തിന്റെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ജനങ്ങൾ പങ്കാളികളില്ലാത്ത ഒരു യുദ്ധത്തിലേക്ക് ഈ മേഖലയെ തള്ളിവിട്ടു. അത് ആരംഭിക്കുന്നതിന് മുൻപ് അതിന്റെ പ്രാദേശിക സഖ്യകക്ഷികളോട് കൂടിയാലോചിച്ചിരുന്നില്ല എന്ന് ഹഫ്തൂർ ചൂണ്ടിക്കാട്ടുന്നു. അറബ് രാജ്യങ്ങളാണ് അമേരിക്കയെ സംരക്ഷിക്കുന്നത്, മറിച്ചല്ല എന്ന് കുവൈറ്റ് അനലിസ്റ്റ് മസാദ് അൽ മന്നാന്റെ വാക്കുകൾ ഗൾഫ് രാജ്യങ്ങളുടെ സംയുക്ത പ്രസ്താവന കൂടിയാണ്. സുരക്ഷ നൽകാതെ അമേരിക്ക നിരാശപ്പെടുത്തുകയും ഇറാൻ തങ്ങളെ ലക്ഷ്യം വെക്കുകയും ചെയ്യുന്നു എന്ന അവസ്ഥയിലാണ് ഗൾഫ് രാജ്യങ്ങൾ. ഇറാനെ ആക്രമിക്കാൻ തങ്ങളുടെ പ്രദേശങ്ങളും വ്യോമാതിർത്തിയും ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്ന് GCC രാജ്യങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചാൽ യുദ്ധത്തിന്റെ ഗതി മാറും. അത്തരമൊരു നടപടി ഗൾഫ് ഇറാൻ ശത്രുത ഇല്ലാതാക്കും. കൂടാതെ ഹോർമുസ് കടലെടുക്ക് വഴി അവരുടെ ഊർജ്ജ വ്യാപാരം പുനരാരംഭിക്കാൻ പോലും അനുവദിച്ചേക്കാം. ഇത് ഇസ്രായേലിനെയും US-നെയും നിയന്ത്രിക്കും. പക്ഷേ GCC രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ ഒരുമിക്കുമോ? അത് അവർ സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്, അവരുടെ തന്നെ ഭാവിക്കും സുരക്ഷയ്ക്കും വേണ്ടി.